3 പ്രാവശ്യം നെബുലൈസ് ചെയ്യാന്ന് പറഞ്ഞാലും അത് കുറച്ചധികം സമയം ഉണ്ടായിരുന്നു. ഗ്യാപ്പിട്ടായിരുന്നു. അപ്പം ഞാൻ കണ്ണനുള്ള ഭക്ഷണം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവനത് കൊടുക്കാനൊക്കെ ആയിട്ടിരുന്നു കേട്ടോ. അപ്പോൾ കുറേ നേരം ഞാനിങ്ങനെ പിടിച്ചിരുന്നപ്പോൾ എൻ്റെ കൈ കാണിച്ചപ്പോൾ ഞാൻ കുറച്ച് നേരം ചേട്ടൻ്റെ കയ്യിൽ കൊടുത്തു. ചേട്ടൻ്റെ കയ്യിലും കുറച്ച് നേരം ഇരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ നോക്കിയപ്പോൾ 3 പ്രാവശ്യം നെബുലൈസ് ചെയ്ത് നോക്കിയപ്പോൾ ചെറിയൊരു കുറുങ്ങലിന് കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 ദിവസത്തിനുള്ള ആൻറ്റിബയോട്ടിക്സ് തന്നിട്ട് നമ്മളെ വീട്ടിലേക്ക് വിടാണ്. മാക്സിമം 2 ദിവസം നോക്കിയിട്ട് കുറവില്ലെങ്കിൽ വന്ന് അഡ്മിറ്റ് ആക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അഡ്മിഷൻ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ തന്നെ കണ്ണന് ഭയങ്കര വിഷമമായി. കണ്ണൻ ആലോചിക്കുമ്പോഴേ എന്തോ കുറേ സാധനങ്ങളൊക്കെ കെട്ടിപ്പറക്കിയൊക്കെ പോയിട്ട് ഇവരെന്താ ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യാതിരുന്നതെന്നായിരിക്കും കണ്ണൻ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവുക. സത്യം പറഞ്ഞാൽ നമ്മൾക്ക് സന്തോഷമായിട്ടോ വീട്ടിലേക്ക് ഇങ്ങനെ പോന്നപ്പോഴേ. കാര്യം അവന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ അഡ്മിറ്റ് ആവും. അപ്പോൾ അത് അങ്ങനെ വിചാരിച്ച് തന്നെയാണ് പോയതും. പക്ഷേ അവർ നോക്കിയിട്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അഡ്മിഷൻ ഇല്ലാതെ വിട്ടു. ഇനിയിപ്പോൾ കൂടാണെങ്കിൽ കൊണ്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ വന്നിട്ട് പിന്നെ ഈ കൊണ്ടുപോയ സാധനങ്ങളൊക്കെ തിരിച്ചെടുത്ത് വയ്ക്കേണ്ട മടിയിലൊക്കെയാണ് ഞാൻ നിൽക്കുന്നത്. എനിക്കത് കാരണം ഇങ്ങനെ സാധനങ്ങൾ കൊണ്ടുപോകാനായിട്ട് ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷേ അഡ്മിഷൻ പറഞ്ഞു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട് ആലോചിച്ചിട്ടാണ് ഈ സാധനങ്ങൾ കൊണ്ടുപോയത്. മോർണിംഗ് കൊണ്ട് പിന്നെ ഈ അഡ്മിറ്റ് പറഞ്ഞ കൊച്ചിനും കൊണ്ട് ആദ്യം തൃശ്ശൂരിൻ്റെ ഇരിഞ്ഞാലക്കുട തുമ്പൂർ വരെ വന്നിട്ട് പിന്നെ ചേലൂരും പോയി ഒക്കെ ആക്കി പിന്നെ നൈറ്റാവും നമ്മളവിടെ ഹോസ്പിറ്റലിൽ ചെന്ന് കയറുമ്പോൾ. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ആലോചിച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ അങ്ങനെ ബുദ്ധിമുട്ടിയതാണേ. അപ്പോൾ അതാലോചിച്ചിട്ടാണ് സാധനങ്ങളൊക്കെ കെട്ടിപ്പറക്കി പോയത്. പക്ഷേ അഡ്മിറ്റ് ആക്കിയില്ല, സന്തോഷമുണ്ട്. പക്ഷേ മരുന്നൊക്കെ ഉണ്ട് കേട്ടോ, ആൻറ്റിബയോട്ടിക്സൊക്കെ കൊടുക്കാനൊക്കെ ഉണ്ട്. അങ്ങനെ വന്ന് ഞാൻ കണങ്കുട്ടിനെ ഒന്ന് ചൂടുവെള്ളത്തിലൊക്കെ മേലൊക്കെ തുടച്ച് അവന് ഉഷാറാക്കി എടുത്തിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ കുളിക്കാനൊക്കെ ആയിട്ട് നോക്കിയത്. അപ്പോൾ അങ്ങനെ കുളിക്കുന്നതിൽ മുൻപ് തന്നെ എന്തോ ഇന്നലെ ഒന്നൊരു മൂഡ് ഉണ്ടായിരുന്നില്ല കേട്ടോ നിങ്ങളുടെ അടുത്ത് ഹാപ്പി ക്രിസ്മസ് ഒന്നും പറയാനായിട്ട്. അപ്പോൾ എന്തോ ഒരു മൂഡ് തോന്നിയപ്പോൾ ക്യാമറയും പിടിച്ചിരുന്നതാണ് കേട്ടോ ഹാപ്പി ക്രിസ്മസ് പറയാനൊക്കെ ആയിട്ട്. അപ്പോൾ കണ്ണൻകുട്ടീനെ തൊപ്പിയൊക്കെ വെച്ചിരുത്തിപ്പോൾ ആൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുക. ആളെന്തോ വന്നപ്പോൾ തൊട്ട് ഭയങ്കരമായിട്ട് സ്നേഹത്തോട് കൊണ്ട് നടക്കുന്നൊരു സാധനമാണ് കേട്ടോ ആളുടെ അടുത്ത് ഇരിക്കുന്നത്. അത് 2 കുപ്പി മറ്റേ ആൻറ്റിബയോട്ടിക് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതും പിടിച്ചിരിക്കുകയാണ് അവൻ.